എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് 2 പച്ച മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകി വെള്ളം തുടച്ച് എടുത്തതാണ്. തീരെ ഈർപ്പം ഇല്ലാതെ എടുത്തതാണ്. ഇത് ഇനിയും ഇതുപോലെ ഒന്ന് അരിഞ്ഞ് നീളത്തിലരിഞ്ഞ് ഒന്നും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ഇത് നല്ലപോലെ മൂത്ത മാങ്ങയാണ്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. ഈ ഒരു തരത്തിൽ എല്ലാം അരിഞ്ഞെടുക്കുക. ഇതിപ്പോൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. എല്ലാം ഉപ്പും മാങ്ങയും കൂടി നന്നായിട്ട് മിക്സ് ആവണം. എന്നിട്ട് ഒരു അരമണിക്കൂർ അടച്ച് വയ്ക്കുക. ആ സമയം ഉപ്പ് മാങ്ങയിൽ പിടിച്ച് നന്നായിട്ടുണ്ടാവും. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ഒരു 1.5 സ്പൂണ് കടുകിട്ടു. അതൊന്ന് വറുത്ത് ആ കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കടുക് കോരി മാറ്റാവുന്നതാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി അതിലേക്ക് കുറച്ച് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടാകുമ്പോൾ ഒരു കഷ്ണം കായം അതിലേക്ക് ഇട്ട് കൊടുക്കാം. കായം നല്ലപോലെ പൊരിഞ്ഞ് വരണം. നല്ലപോലെ മൂത്ത് വന്നാലേ അത് പൊടിച്ചെടുക്കാനും പറ്റുകയുള്ളൂ, നല്ല മണവും കിട്ടുകയുള്ളൂ. ഇതുപോലെ കടുകിൻ്റെ കൂടെ ഇടാം. അത് രണ്ടും കൂടി പൊടിച്ചെടുക്കണം. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് 2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നന്നായിട്ടൊന്ന് ഇളക്കുക. ഈ സമയം സ്റ്റൗ സിമ്മിൽ വയ്ക്കാവൂ, ഇല്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇത് നല്ലപോലെ തിളച്ച് കുറുകി വരണം. ഈ ചാറിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. മാങ്ങയിലുള്ള ഉപ്പ് തന്നെ മതിയാകും ഇതിനും. അപ്പോൾ നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക. മാങ്ങ ഇട്ട് ഇത് കൂട്ട് തിളയ്ക്കണമെന്നില്ല. ഈ ചൂടിൽ തന്നെ മാങ്ങ ഒന്ന് വേവും. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഈ മാങ്ങയുടെ പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനും നല്ല ഒരു ടേസ്റ്റിനും ഈ ശർക്കര നന്നായിരിക്കും. ഇനി സ്റ്റൗ ഓഫാക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ച കായവും കടുകും ചേർത്ത് കൊടുക്കാം. അത്രയും ചേർത്ത് കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നല്ല ഒരു മണമായിരിക്കും ഈ കടുകും കായവും ഇതുപോലെ വറുത്ത് പൊട്ടിച്ചിടുമ്പോൾ. സാധാരണ സദ്യയ്ക്കെല്ലാം ഇങ്ങനെയാണ് മാങ്ങാക്കറി ഉണ്ടാക്കുന്നത്. ഇത് 4-5 ദിവസം കഴിയുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കേണ്ടതാണ്. കൂടുതൽ നാൾ പുറത്തിരുന്നാൽ പൂപ്പ് വന്നു പോകും. ഇത് മാങ്ങ തണുക്കുമ്പോൾ ഈ ഒരു കട്ടിയിലാണ് കിട്ടുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.